അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലൈവിൽ വരുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അല്പം സമയക്കുറവായതുകൊണ്ടാണ്. അപ്പം വീഡിയോ ചെയ്യാതിരുന്നിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും 1-2 ചെറിയ കണ്ടൻറ്റ് എടുത്തതിന് ശേഷം ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓണമൊക്കെ എല്ലാവർക്കും എവിടെ വരെ അതെന്നറിയട്ടെ. ഓണമൊക്കെ എവിടെ വരെ എല്ലാം വാതിൽക്കൽ വരെ എത്തിയോ? അതോ റോഡ് വരെ എത്തിയുള്ളോ? എല്ലാം വീട്ടു സാധനങ്ങൾ ഓണ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോ? വസ്ത്രങ്ങളൊക്കെ എടുത്തോ? ഓണപ്പുടവുകളൊക്കെ എടുത്തോ? ഇവിടെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഓണമൊന്നുമില്ല കേട്ടോ. ഓണം ആഘോഷിക്കുന്നൊന്നുമില്ല. കാരണം ഞങ്ങളുടെ മൂത്ത ചേട്ടൻ മരിച്ചിട്ട് 1 വർഷമായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊതുവേ ഒരുപാട് ഓണം ആഘോഷിക്കാറില്ലെങ്കിൽ അത്യാവശ്യം സദ്യയും കാര്യങ്ങളും ഓണക്കോടികളൊക്കെ എടുക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഈ വർഷം അതൊന്നും വേണ്ടാന്ന് വെച്ച് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് നാളായതാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ 3 ദിവസമായിട്ട് ഈ ആഴ്ചയാണ് 4 ദിവസമായി 1K ഒക്കെ കഴിഞ്ഞു. സബ്ബായി, അത്യാവശ്യം സബ്ബൊക്കെ ആയി. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തവർ എല്ലാവർക്കും നന്ദി. എല്ലാവരോടും സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇനിയും എന്നെ ഒരുപാട് മുന്നോട്ട് നയിക്കണം. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടാവണം, നിങ്ങളുടെയൊക്കെ സ്നേഹം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം, അതായത് ചാനലിൻ്റെ പേര് ഞാനും ഒരു വീട്ടമ്മ എന്നാണ്. അപ്പോൾ ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് കൂടെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം, പണ്ട് പറയും കറുപ്പിന് 7 അഴകാണെന്ന് അല്ലേ. നമ്മൾ കറുത്തവരെ എല്ലാവരും നമ്മൾ പുച്ഛിക്കും. പക്ഷേ കറുത്തവരോട് എല്ലാവർക്കും ഇഷ്ടക്കുറവാണ്. ഞാൻ കറുത്താണെന്ന് ചോദിച്ചാൽ അല്ല, വെളുത്താണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലും കറുത്ത ആൾക്കാരുണ്ട്, ഇല്ലായില്ല. അതുപോലെ തന്നെ വെളുത്ത ആൾക്കാരും ഉണ്ട്, നല്ല വെളുപ്പുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ പൊതുവെ കറുപ്പിനോട് എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എങ്കിലും കറുപ്പിനെക്കുറിച്ചൊരു പാട്ടും കൂടിയാണല്ലേ, കറുപ്പിനഴക് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പം എനിക്ക് കറുപ്പിന് 7 അഴകാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരുപാട് സിനിമാ താരങ്ങൾ, അതായത് നമ്മുടെ രജനീകാന്ത് സാർ അല്ലേ, തമിഴ് നടൻ, വടിവേലു അല്ലേ, പിന്നെ നമ്മുടെ മലയാളത്തിലെ നടൻ, നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കലാഭവൻ മണി അല്ലേ, അതൊക്കെ കറുപ്പാണ് ആൾക്കാർ. അവർക്കൊക്കെ എന്താണ് 7 അഴകാണ്. അവർ 7 അഴകാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ് അല്ലേ. അപ്പം ഇനി നമ്മുടെ ഇപ്പോൾ പുതിയൊരാളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ വിനായകൻ അല്ലേ. വിനായകൻ എന്ന് പറഞ്ഞാൽ കറുപ്പാണെങ്കിലും 7 അഴകാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനാണ് 7 അഴക്. അപ്പോൾ ആദ്യമൊക്കെ വിനായകനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ എനിക്കൊരു മനസ്സിനൊരു ഇഷ്ടക്കുറവായിരുന്നു. പക്ഷേ നല്ല അഭിനയമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടമാണ് ജയിലർ അല്ലേ. ജയിലറിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രജനീകാന്തിൻ്റെ ഒപ്പം തന്നെ അഭിനയിച്ചൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട് വിനായകൻ വളരെ സപ്പോർട്ടീവാണ്, വളരെ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചൊരു നടനാണ് അല്ലേ വിനായകൻ. എല്ലാവർക്കും അറിയാം, നല്ലൊരു സിനിമയും കൂടിയാണ്. എന്തായാലും വിനായകന് നല്ലൊരു റോളും നല്ലൊരു ആൾക്കാരുടെ മനസ്സിൽ ഒരു ഇടം കൊടുക്കാനും എത്തിപ്പെട്ട ജയിലർ എന്നൊരു പടമാണ് ഈ ഒടുവിൽ അഭിനയിച്ചത്. അപ്പം വിനായകൻ അഭിനയിച്ച 2-3 പടങ്ങളുടെ പേര് എനിക്കറിയാം. എല്ലാമൊന്നും ഞാൻ സത്യം പറയാം വിനായകൻ്റെ പടം കണ്ടിട്ടില്ല. ഒന്ന് ഒരുത്തി, പിന്നെ കമ്മട്ടിപ്പാടം, പിന്നെ ജയിലർ, ഈ 3 എനിക്കറിയത്തുള്ളൂ. അപ്പോൾ കമ്മട്ടിപ്പാടം നല്ലൊരു സിനിമയാണ്. അതുപോലെ തന്നെ ഒരുത്തി ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരുത്തി എന്നുള്ള സിനിമയിൽ അഭിനയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ജയിലർ, ഇത് നല്ല സിനിമയാണല്ലേ. പക്ഷേ കറുപ്പിനെ ഈ പറഞ്ഞ പുച്ഛിക്കുന്ന കുറേ ആൾക്കാർ കാണും. അതായത് വലിയ ഗ്ലാമറൊന്നുമില്ല എങ്കിൽ തന്നെയും അഭിനയം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്ക് എടുത്തതും പിന്നീട് ഓരോരോ അതേപോലെ അദ്ദേഹത്തിന് പറ്റിയ റോളുകൾ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അതായത് ചില റോളുകൾ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പിന്നെ അഭിനയിക്കാൻ പറ്റിയ റോളുകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം റോളുകളാണ്. അത് മിക്കവാറും ആ സിനിമകൾക്കെല്ലാം അവാർഡ് കിട്ടേണ്ട സാധ്യതയുള്ള സിനിമകൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് എന്താണെന്ന് നമുക്കറിയാം. ലാസ്റ്റിലത്തെ സിനിമയാണ് ജയിലർ. അതിനകത്ത് നല്ലൊരു അഭിനയമായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെയാണ് ഗ്ലാമർ ഇല്ലാത്ത നമ്മുടെ വിനായകന് 7 അഴക്. ആ 7 അഴക് ഈ സിനിമയിൽ കൂടിയാണ് അദ്ദേഹം കാണിച്ചത് തന്നെ. അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ വന്നതെന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അഴക് കൊണ്ടല്ല ഫേമസ് ആയതും റീച്ച് ആൾക്കാരുടെ മനസ്സിൽ എത്തിപ്പോയത്. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവാണ് അല്ലേ. അഭിനയ മികവാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആ പ്രത്യേകതയാണ് ആളുകളിലേക്ക്, ജനമനസ്സുകളിലേക്ക് ഇടം പിടിക്കാൻ കാരണവും. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം മദ്യപിച്ച് വസ്ത്രമൊക്കെ അഴിച്ചു എന്നൊക്കെ പറയുന്നു.
आम सर्वत्र शिवा सर इंडिया जय हिंद अपना टेररिस्ट पुलिस എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തുവെങ്കിലും വെറുതെ വിട്ടു. ഇനിയൊരു കാരണം ഉണ്ടായി കഴിഞ്ഞ് ഇതുപോലൊരു കാരണം ഉണ്ട്. ഇതിനു മുമ്പും ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വെള്ളം അടിച്ചാൽ അദ്ദേഹം മദ്യപിക്കും എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. മദ്യപിക്കാത്തവരായിട്ട് ഒരുവിധം ആൾക്കാരെല്ലാം ഉണ്ട്. അത് മദ്യം ചെന്ന് കഴിഞ്ഞാൽ വയലൻ്റ് ആവും, വെറും ഭ്രാന്തന്മാരുടെ കൂട്ടാവുന്ന ആൾക്കാർ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇഷ്ടം പോലെയുണ്ട്. അപ്പം നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം മദ്യം കഴിക്കുന്ന ഒരാൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ മദ്യം അകത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായ ഭാവമാറ്റം, പിന്നെ കൺട്രോൾ ചെയ്തത് അദ്ദേഹമല്ല, മദ്യമാണ് കൺട്രോൾ ചെയ്തത്. അതാണ് മദ്യമാണ് അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്തത്. അതുകൊണ്ടാണ് ആ എയർപോർട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു സംഭവം ഇതുപോലെ ഉണ്ടായാൽ എയർപോർട്ടുകാർ കേസെടുക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തിനെ വെറുതെ വിട്ടു. പക്ഷേ എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഒരുപാട് നന്മകൾ നമ്മളിലുള്ള ഒരുപാട്. അപ്പോൾ അദ്ദേഹത്തിന് 7 ഇഴകം എന്ന് പറഞ്ഞാൽ അതുപോലെ അഭിനയ മികവുണ്ടായിട്ടാണ് 7 ഇഴകം എന്ന് ഞാനങ്ങ് പറഞ്ഞത്, സ്വമേധയാ പറഞ്ഞാണ്. അഭിനയ മികവുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് മിക്കവാറും അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം തന്നെയും ഈ പറയുന്ന പോലെ അവാർഡ് കിട്ടേണ്ട സിനിമകളുമാണ് അല്ലേ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മദ്യം ചെയ്തൊരു വിനയെ എന്താണ് ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ 7 ഇഴകുള്ള ആ അഭിനയത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു രൂപമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു നടൻ ഈ നല്ലൊരു നടൻ ഇത്രയും അഭിനയിക്കുന്നല്ലോ, എന്നാൽ നല്ലൊരു നടനാണല്ലോ എന്നൊക്കെ. അപ്പം എന്തായാലും സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലൊരു മെച്ചം ഉണ്ടായി. എന്ന് വെച്ചാൽ അറിയാത്തവരും കൂടി ഒരുപാട് ആൾക്കാർ ഈ വിനായകൻ എന്ന് പറഞ്ഞ ആളിനെ അറിഞ്ഞു, ഈ നടനെ അറിഞ്ഞു. അപ്പോൾ മദ്യം ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഭാവമാറ്റമാണ്. അപ്പോൾ അതിനുശേഷം ആ മദ്യമാണ് അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്തതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശക്കല ഒരു ഇടിവ് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം വെച്ചാൽ അറിയാത്തവരും കൂടി ഇപ്പോൾ അറിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് അത് ഒരാൾക്കും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ മദ്യം ചെയ്യുന്നൊരു വിനയാണ്. എത്ര നല്ല വ്യക്തികളാണെന്ന് പറഞ്ഞാൽ അല്പം മദ്യം ചെയ്യുന്നയാൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നോർമലായിട്ടുള്ള ആ ഒരു കണ്ടീഷനങ്ങ് മാറും. ഇപ്പോൾ ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് വന്ന് ഇരുന്നാൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ പുള്ളിക്കാരൻ നല്ല സ്റ്റേൺ ആയിട്ടാണ് മറുപടി കൊടുക്കുന്നത്. നല്ല എന്തായിരുന്നു പിന്നെ ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത്. കാരണം ചിരിക്കത്തില്ല, ഇങ്ങനെ ചിരിക്കത്തുമില്ല അദ്ദേഹം. നല്ലൊരു മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ തന്നെ കാണാൻ പറ്റും. അപ്പം വിനായകൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ 7 ഇഴകെന്ന് പറയുന്നത് ഇപ്പം ചെറിയൊരു എന്താ പറയുക, 7 ഇഴകുള്ള ആ ഒരു വിനായകൻ അന്ന് നല്ല കലാപ്രതിഭയ്ക്ക് ഇങ്ങനെയൊരു പറ്റേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീണ്ടും കാണും വരെ ബായ്.